ഹായ് ഫ്രണ്ട്സ്, MR ലാൽ വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ കണി വെച്ച ഫ്രൂട്ട്സ് എല്ലാം വെച്ചിട്ട് ഒരു ഫ്രൂട്ട് ജ്യൂസ് ഉണ്ടാക്കിയാലോ. നമ്മൾ ബേക്കറിയിലൊക്കെ പോയി കുടിക്കത്തില്ലേ മിക്സഡ് ഫ്രൂട്ട് ജ്യൂസ് എന്ന് പറഞ്ഞ്, അതാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ആദ്യം നമുക്ക് പഴമെല്ലാം തൊലി കളഞ്ഞ് ഇങ്ങനെ ഒരു പാത്രത്തിലേക്കിട്ട് ഒരു സ്മാഷർ വെച്ച് ഇങ്ങനെ സ്മാഷ് ചെയ്തെടുക്കാം. ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും കൈയില്ലെങ്കിൽ വിഷമിക്കുക വേണ്ട, നമ്മുടെ കൈ കൊണ്ടങ്ങോട്ട് ഞാൻ വീടിയെടുക്കുക. ഇനി അതിലേക്ക് നല്ല കുഞ്ഞായിട്ട് അരിഞ്ഞ് കുരുവൊക്കെ കളഞ്ഞ് വെച്ചിരിക്കുന്ന തണ്ണിമത്തൻ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അതും ആ സ്മാഷർ വെച്ചൊന്ന് ഇടിച്ചിട്ടുണ്ട്, അതാണ് അതിനകത്തുനിന്ന് വെള്ളം ചാടുന്നത്. പഴവും തണ്ണിമത്തനും കൂടി നല്ല വൃത്തിയായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ആപ്പിൾ, മാമ്പഴം, ഓറഞ്ച് അത് മൂന്നും ചേർത്ത് കൊടുക്കാം. നമ്മുടെ പൈനാപ്പിൾ ഈ സമയത്ത് പഴുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, അതുകൊണ്ട് അതിന് ചേർക്കാൻ പറ്റിയില്ലേ. ഇനി അതിലേക്ക് നമ്മൾ കഴുകി ക്ലീൻ ആക്കിയെടുത്ത പച്ചമുന്തിരിയും കറുത്ത മുന്തിരിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല വൃത്തിക്കൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പാലാണ് കേട്ടോ. പാല് ചേർക്കുന്നത് ഇഷ്ടമല്ലാത്തവർക്ക് പാലിന് പകരം വെള്ളം ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഷുഗർ സിറപ്പ് ഉണ്ടാക്കി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ തീരെ മധുരം ചേർക്കുന്നില്ല. മധുരം വേണ്ടവർക്ക് പഞ്ചസാര ചേർക്കുന്നതെങ്കിൽ ആദ്യം നമ്മൾ പഴം സ്മാഷ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കൂടെ സ്മാഷ് ചെയ്തെടുക്കാം. കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർക്കുന്നതെങ്കിൽ നമ്മൾ ഈ പാല് ചേർക്കുന്ന സമയത്ത് കൂടെ ചേർത്ത് കൊടുക്കാവേ. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഫുഡ് കളറാണ്. ഇത്തിരി റെഡ് കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. വീഡിയോയ്ക്ക് ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നതാണ്. തികച്ചും ഓപ്ഷണലാണ്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഞാൻ പഞ്ചസാര ഒട്ടും ചേർക്കാതെ തന്നെ, മധുരം ഒന്നും ചേർക്കാതെ തന്നെ അത്യാവശ്യം നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. ആദ്യം ഒന്ന് ചെയ്ത് നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം മധുരം ചേർത്താൽ മതി. അതാണ് ഹെൽത്തിന് നല്ലത്. നമ്മൾ ചേർത്ത് കൊടുത്ത കളർ എല്ലായിടത്തും എത്താൻ വേണ്ടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഐറ്റമേ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്തതാണ്. കപ്പലണ്ടിയുടെ തൊലി കളഞ്ഞിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. തൊലി കളഞ്ഞിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ കപ്പലണ്ടിയുടെ കൂടെ വേണമെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് എന്ത് വേണമെങ്കിലും ചേർക്കാവേ. അണ്ടിപ്പരിപ്പോ, ബദാമോ, ഉണക്കമുന്തിരിയോ, ഡേറ്റ്സോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവേ. സ്കിപ്പ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞതേ, ഇതൊക്കെ ഇങ്ങനെ ഇടയിൽ ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ ഒരു വല്ലാത്ത ടേസ്റ്റാണ് കേട്ടോ. അപാര ടേസ്റ്റാണ്. എല്ലാം കൂടി ചേർത്ത് നല്ല വൃത്തിക്ക് അങ്ങോട്ട് മിക്സ് ചെയ്തെടുത്തപ്പോഴത്തേക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൂട്ട് ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം ഫ്രൂട്ട് ജ്യൂസ് എന്ന് വേണേൽ പറയാം, ഫ്രൂട്ട് സാലഡ് എന്ന് വേണേൽ പറയാം. ഞാൻ അധികം വെള്ളം ചേർക്കാതെ സ്പൂൺ കൊണ്ട് ഇങ്ങനെ കോരി കഴിക്കുന്ന ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ ഉണ്ടാക്കിയത്. ഈ ചൂട് കാലത്ത് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് വീട്ടിലുണ്ടാക്കി കൊടുക്കാൻ പറ്റിയ അടിപൊളി ഒരു ഐറ്റമാണ് കേട്ടോ ഇത്. വേറെ പ്രിസർവേറ്റീവ്സോ കാര്യങ്ങളോ ഒന്നും ചേർക്കാതെ തന്നെ വീട്ടിലുള്ള ഫ്രൂട്ട്സ് വെച്ച് തന്നെ വേണമെങ്കിൽ നമുക്കിത് ഉണ്ടാക്കാം. ഇന്ന ഫ്രൂട്ട്സ് തന്നെ വേണമെന്നൊന്നുമില്ല. ഇപ്പം നമുക്ക് പഴവും മാമ്പഴവും അതുപോലെ പപ്പായയൊക്കെ അവൈലബിൾ ആയിട്ടുള്ള കാലമാണല്ലോ. അതിൻ്റെ കൂടെ എന്തെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സ് കൂടി ചേർത്താലും ഈ ഒരു മിക്സഡ് ഫ്രൂട്ട് ജ്യൂസ് നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യാൻ മറക്കണ്ട. പുതിയൊരു വീഡിയോ ആയിട്ട് എത്താം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ, സീ യു.